എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മുട്ടക്കറി മുട്ട റോസ്റ്റ്. ഒരു അടിപൊളി മുട്ട റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനാവശ്യമായി ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. വേവിച്ച മുട്ട അരമണിക്കൂർ മൂടി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് ഫുള്ള് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഞാനിവിടെ 2 സവാളയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചെറുതായിട്ട്. അതൊന്നിട്ട് നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി ചതച്ചിടുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകരുത്. തീ മീഡിയം ടു ലോയിലിടുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു തക്കാളി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. കറി തിളച്ചതിന് ശേഷം ഒരു പച്ചമുട്ട ഇതിനെ നടുക്കായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടും. മുട്ടയുടെ മഞ്ഞ മിക്സ് ചെയ്ത് കറിയിൽ ചേർക്കുകയും ചെയ്യാം. അപ്പോഴും ടേസ്റ്റ് കൂടാറുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് മുട്ട 5 മിനിറ്റ് മൂടി വേവിക്കുക. അതിനുശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട കത്തി കൊണ്ട് ഇതുപോലെ വരഞ്ഞ് കറിയിലിടുക. വീഡിയോയിൽ കാണുന്നത് പോലെ കറിയൊക്കെ ഈ മുട്ടയുടെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് മൂടി വേവിക്കുക. കറിയിൽ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് തീ ഓഫാക്കുക. സൂപ്പർ ടേസ്റ്റായിട്ടുള്ള മുട്ട റോസ്റ്റാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റായി അറിയിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിന് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഡിപ്പു സുമി.